കൃത്യം ഒരാഴ്ച മുമ്പ് ഇതുപോലൊരു ശനിയാഴ്ച നാടിൻ്റെ നെഞ്ചിൽ തീയിട്ട് അജീഷ് എന്ന കർഷകന്റെ ജീവൻ കാട്ടാന ചവിട്ടി അരച്ചപ്പോൾ ചോദിച്ചത് ഇതാകുമോ അവസാനം എന്നാണ്. എന്നാൽ ഒന്നും മാറിയില്ല. എന്റെ ഡാഡിക്ക് സംഭവിച്ച കണക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല. വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. മുക്കാലം ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോകാൻ വഴി വയനാട്ടിൽ വന്നിട്ടില്ല. കാട്ടാനാണെങ്കിൽ കാട്ടിലിറങ്ങിയാൽ മതി, നാട്ടിലിറങ്ങണ്ട. അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം. എന്റെ ഡാഡിക്ക് പറ്റിയ കണക്ക് വയനാട്ടിലെ ഓരോ പുരുഷരും ശ്രമിക്കും. ഇനി എനിക്ക് വാക്ക് വേണം, ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വയനാട്ടിൽ നടക്കാൻ പാടില്ല. 1 മണിക്കൂർ ശസ്ത്രക്രിയ നടത്തൂന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലാണ്ട് അവിടെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാ അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഇത് അവസാനത്തെ ഒന്നുമല്ലല്ലോ, ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്? ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടുപോയില്ല. അപ്പോൾ ഉള്ളപ്പോ നോക്കിയ പോലെ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഈ കുടുംബത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. എന്തായാലും മരിച്ചുപോയ എന്റെ അപ്പനെ തിരിച്ചു തരാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ തരേണ്ടതാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ തീ കോരിയിടുന്ന ചാട്ടുളി പോലെയുള്ള പദപ്രയോഗങ്ങളോടെയാണ് ഈ കുഞ്ഞുമക്കൾ കാര്യങ്ങൾ ചോദിക്കുന്നത്. നമ്മളൊക്കെയും അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട്ടിൽ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് പുരോഗമിക്കുകയാണ്. LDFും UDFും BJPയുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം ബേലൂർ മഖ്ന ഇരുമ്പുപാലം കോളനിക്കടുത്ത് എത്തി. വിവരങ്ങളുമായി കമൽ ചേരുന്നു. കമൽ, ഇപ്പോൾ അവിടെ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഇടപെടലുകൾ അവിടെ നാട്ടുകാരുടെയോ ഹർത്താൽ ആഹ്വാനം ചെയ്തവരുടെയോ ഒക്കെ ഭാഗത്തു നിന്നുണ്ടോ? പിന്നെ മറ്റു വിശേഷങ്ങൾ കൂടി, വാർത്തകൾ കൂടി പറയൂ. അതായത് ബേലൂർ മഖ്ന ഇപ്പോഴും പിടിതരാതെ 8ാം ദിനവും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പിന്നെ ഹൃദയവേദനയോടുകൂടി പോളിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്കായി കുടുംബം കാത്തിരിക്കുന്നുണ്ട്. പറയൂ ഏറ്റവും പുതിയ വിവരങ്ങൾ. മോത്തി, ഹർത്താൽ പുരോഗമിക്കുകയാണ്. മിക്കയിടങ്ങളിലും UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഒക്കെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ജില്ലാ കവാടമായ ലക്കിടിയിലടക്കം വാഹനങ്ങൾ തടയുന്നുണ്ട്. മാനന്തവാടി നഗരത്തിലും വാഹനങ്ങൾ, ഓട്ടോ, ടാക്സി, KSRTC ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് സമരക്കാർ കടത്തിവിടുന്നത്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എല്ലാ മേഖലകളിലും ജനജീവിതം സ്തംഭിക്കുന്ന രീതിയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. UDFും LDFും BJPയും വേറെ വേറെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഹർത്താലാണ് പുരോഗമിക്കുന്നത്. ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രാവിലെ പുറപ്പെട്ട് ഇപ്പോൾ പുൽപ്പള്ളിയിലേക്ക് എത്താറായിട്ടുണ്ട്. അല്പസമയത്തിനകം പുൽപ്പള്ളിയിലെത്തും. പുൽപ്പള്ളി അടുത്ത് തന്നെയാണ് പോളിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പാക്കവും. പുൽപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നാണ് വിവരം. ആൾക്കൂട്ടം വലിയ രീതിയിലുണ്ട്. അവിടെ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കും എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനമായും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങളാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആംബുലൻസ് പുൽപ്പള്ളി ടൗണിലേക്ക് എത്തും. ഈ ബേലൂർ മഖ്നയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ദൗത്യസംഘം ആനയ്ക്ക് പിന്നാലെയുണ്ട്. ഈ പ്രധാന റോഡ്, അന്തർസംസ്ഥാന പാതയായ കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് മുറിച്ച് കടന്ന ആന വീണ്ടും ബാവലി ഭാഗത്തേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. എന്തായാലും ട്രാക്കിംഗ് ടീമും ദൗത്യസംഘവും ഒക്കെ വനത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് തീവ്ര ശ്രമമാണ് ആനയെ മയക്കുവെടി വെക്കാനായി നടക്കുന്നത്. കമൽ, ഈ പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ വാക്കുകളോടുകൂടിയാണ് മകൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെയാണ് കോഴിക്കോടും ഉള്ളത്. വയനാട്ടിൽ എന്തുകൊണ്ട് കോഴിക്കോടുള്ളത് പോലെയുള്ള സംവിധാനങ്ങളില്ല എന്നൊക്കെ ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചികിത്സ വൈകിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോഴും ഒപ്പം ഉണ്ടായേനെ എന്ന് വേദനയോടുകൂടി പറയുന്നുണ്ട്. അധികൃതരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരലോ അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഇന്നലെ തന്നെ ഈ MLA ഉൾപ്പെടെയുള്ളവർ പോളിന്റെ വീട് സന്ദർശിച്ചിരുന്നു. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രാത്രിയോടെ വീട്ടിലെത്തി എന്നാണ് വിവരം. കാരണം അദ്ദേഹം വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് വനസംരക്ഷണ സമിതി തന്നെ ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അനൌദ്യോഗികമായ ഒരു വിവരം ലഭിച്ചിരുന്നു. ഈ വനസംരക്ഷണ സമിതി എന്ന് പറയുന്നത് വനംവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. വനംവകുപ്പിന്റെ കേന്ദ്രങ്ങളിൽ ടൂറിസം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനമാണ്. അതിലെ ജീവനക്കാരനായിരുന്നു പോൾ. അത്തരത്തിൽ കുറുവ വനസംരക്ഷണ സമിതിയിലാണ് പോൾ ജോലി ചെയ്തിരുന്നത്. അവർ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന് ഇന്നലെ അനൌദ്യോഗികമായ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഔദ്യോഗികമായി വനംവകുപ്പ് അറിയിക്കുമായിരിക്കും. എന്തായാലും ഇന്നലെ തന്നെ അധികൃതരൊക്കെ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഇന്നലെ മാനന്തവാടി മെഡിക്കൽ കോളേജ് അധികൃതർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ അവർ പറയുന്നത് അവിടെ ലഭ്യമായ നിരവധി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഈ പോളിനെ അറ്റൻഡ് ചെയ്തിരുന്നു. ഈ കാർഡിയോ വാസ്കുലാർ സർജറി ആവശ്യം എന്ന ഒരു ഘട്ടത്തിലാണ് കോഴിക്കോടേക്ക് റെഫർ ചെയ്തത്. അതിനുള്ള സംവിധാനം ഇല്ല. പക്ഷേ മറ്റ് വിഭാഗങ്ങളിലൊക്കെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു, ശ്വാസകോശത്തിനായിരുന്നു പ്രധാനമായും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിലാണ് റെഫർ ചെയ്തത്. മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണം എന്തായാലും ആശുപത്രി അധികൃതർ നൽകിയിട്ടുണ്ട്. പക്ഷേ സംവിധാനങ്ങളുടെ അപര്യാപ്തത അതുതന്നെയാണ് ഈ കാർഡിയോ തൊറാസിക് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് റെഫർ ചെയ്തത് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ശരി കമൽ.